ദേവി ശ്രീദേവി ചേട്ടാ ഇവിടെ അല്ല പോത്തിന് ആടിനെല്ലാം കൊടുക്കണ്ടോ? ഉണ്ടല്ലോ, എന്റെ പോത്താണോ പോത്തൊക്കെ ഉണ്ട്, നല്ല വില കിട്ടിയാ കൊടുക്കാം. വിലയൊക്കെ തരാം. ഞാൻ പോത്തിനടിക്ക് പോത്തിനടി തരാം. വാ ചേട്ടാ, എന്തിട്ട് പരിപാടി? ഒന്നുമില്ലടാ, ഒരു പോത്ത് വെച്ചാടാ. പോത്തായി ആൾക്കാ. അതെ, ഒരു കാര്യം പറയാണ്ട്. എന്താ? അതേ, അജിയുടെ പോത്താണ്. നമുക്ക് അയാൾക്ക് വിറ്റ് കാശാക്കാം. ശരി, ചെയ്യാം. വന്നാ അങ്ങനെ ചെയ്യാം. പോത്തിനല്ലേ ഏട്ടാ? പോത്തിനെ കണ്ടു. മൂന്നെണ്ണം നമ്മുടെ ഇഷ്ടമാണ് ഞാൻ എടുത്തു. മൂന്നൊന്നും വേണ്ട, ഈ ആഴ്ച എനിക്ക് ഓരോരുത്തരും മതി. അതിന്റെ വില പറയും. വില പറയാം. പറയും ചേട്ടാ, എങ്ങനെ കാണണ? നിങ്ങളുടെ വില തങ്ങൾ പറയും. 50 ഓക്കെ ആട്ടോ. 50 ഏട്ടാ. അത് വേണമെങ്കിൽ ഒരു 35 വേണമെങ്കിൽ ഓർപ്പിക്കാം. നമുക്ക് 40 ചേട്ടാ, 40 രൂപയാണെങ്കിൽ നമുക്ക് ശരിയാക്കാം. അന്ന് ശരി, ഉറപ്പിക്കാം. അതെ, 40 കിട്ടുന്നതില് 10 നിനക്ക്. അത് ശരിയാവില്ല ചേട്ടാ, എനിക്ക് പകുതി തന്നെ കേട്ടോ. ഇത്ര കഷ്ടപ്പെട്ട് നീ അതിൽ വരുമ്പോ നീ ജസ്റ്റ് വന്നിട്ട് ചേട്ടാ വിളിക്കാന്ന് ചോദിച്ചപ്പോ വന്നപ്പോ വന്നില്ലല്ലോ. 10,000 കിട്ടിയ പോരെ? അത് പോരാ. എടാ, ഐഡിയ മൊത്തം എന്റെ അല്ലേ? അല്ല, കുഴപ്പമില്ല ചേട്ടാ, ഒരു പണി ചെയ്തോ. ഞാൻ അജോട് ഞാൻ പറഞ്ഞോണ്ട് അപ്പൊ ചേട്ടന് മനസ്സിലാവില്ലേ? ഹലോ, നമ്മള് പറഞ്ഞ അതല്ലേ? അതല്ല, ശരി ശരി ശരി. പോത്ത് കച്ചവടായിട്ട്. ഏത് പോത്ത്? പോത്ത് ഏതാ? അതെന്റെ പോത്താ. അപ്പൊ ഇവരെ പോത്താ ഇവര് കച്ചവടം ചെയ്തത്. അവരെ കാര്യം ഞാൻ പറയാം. എത്രയ്ക്ക് കച്ചവടം? 40 രൂപ. ഞാനും കച്ചവടം ചെയ്യാൻ നിൽക്കുക. ഇവരെ പോത്തല്ല, ഇവർക്ക് ഇതാ പണി. ഇവിടെ ആരെ പോത്തായാലും കച്ചവടം വന്നാൽ മതി. കച്ചവടം 40 രൂപയ്ക്ക് കുറച്ച് കുറവാണ്. എന്നാലും പോട്ടെ, കച്ചവടം ചെയ്യണേ ഞാൻ കൊടുക്കാം. ഉറപ്പിച്ചാ? ഇത് പിടിച്ചാ ഞാൻ വെള്ളിയാഴ്ച കൊടുക്കാം. എത്രയുണ്ട്? അത് 1000 ഉണ്ട്. എനിക്ക് പോയാൽ പണിയെടുത്ത് ജീവിക്കടാ. കിട്ടിയില്ലേ പകുതി? സമാധാനമില്ലേ? എന്തായിരുന്നു? പകുതി വേണം, പകുതി വേണം. No, 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 no.